തണ്ണീർപന്തലിൽ ജനിതക രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 1.5 വയസ്സുകാരനായി കൈകോർത്ത് ഒരു ഗ്രാമം. അപൂർവ ജനിതക രോഗമായ നെഫ്രോപ്പത്തിക് സിസ്റ്റനോസിസ് ബാധിച്ച കക്കോർ ML നിയാൻ കൃഷ്ണയുടെ ചികിത്സയ്ക്കായുള്ള ഫണ്ട് സമാഹരണം ഒക്ടോബർ 21-ന് നടക്കുമെന്ന് സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. അപൂർവ ജനിതക രോഗമായ നെഫ്രോപ്പത്തിക് സിസ്റ്റനോസിസ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 1.5 വയസ്സുകാരൻ നിയാൻ കൃഷ്ണയുടെ ചികിത്സയ്ക്കായി നാട് കൈകോർക്കുന്നു. പുറമേരി പഞ്ചായത്ത് തണ്ണീർപന്തലിൽ കക്കോർ ML നെജ്നേഷ് നന്ദന ദമ്പതികളുടെ മകനാണ് നിയാൻ കൃഷ്ണ. ചികിത്സാ സഹായനിധി സ്വരൂപിക്കുന്നതിനായി ഒക്ടോബർ 21-ന് വിവിധ കേന്ദ്രങ്ങളിലായി ഏകദിന ജനകീയ ഫണ്ട് സമാഹരണം നടക്കുമെന്ന് സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 50 ലക്ഷം രൂപ ആദ്യഘട്ടത്തിൽ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. മരുന്നിന് മാത്രം ഒരു മാസത്തേക്ക് 35,000 രൂപ ചിലവ് വരും. കുട്ടിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ചിലവ് വർദ്ധിക്കുമെന്നും 10 വയസ്സുവരെ തുടർച്ചയായി ചികിത്സ നടത്തിയാൽ മാത്രമേ അസുഖത്തിൽ നിന്നും കുട്ടി വിമുക്തനാവൂ എന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഈ ചികിത്സക്ക് ആവശ്യമായിട്ടുള്ള മരുന്ന് ഇന്ത്യയിൽ ലഭ്യമല്ലാത്തതിനാൽ ഡ്രഗ് കൺട്രോളറുടെ അനുമതിയോടുകൂടി വിദേശത്ത് നിന്ന് വരുത്തിക്കുകയാണ്. ഇതിന് വലിയ സാമ്പത്തിക ചെലവാണ് ഉള്ളത്. 35,000 രൂപയോളം ഒരു മാസത്തേക്ക് ഈ മരുന്നിന് വേണ്ടി മാത്രം ചിലവ് വരുന്നുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച് മരുന്ന് എത്തിയിട്ട് ഇപ്പോൾ 4 മാസത്തിന് മേലെയായി ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നജ്നേഷ് നന്ദന ദമ്പതികളുടെ കുടുംബം എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. നിത്യവും കൂലിപ്പണിക്ക് പോയിട്ട് കുടുംബജീവിതം നയിക്കുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ഭീമമായ ഒരു സംഖ്യ സ്വരൂപിക്കുക എന്നുള്ളത് തികച്ചും കഴിയാത്ത ഒരു കാര്യമാണ്. ഇത് ഡോക്ടർ തന്നെ അഭിപ്രായപ്പെടുന്നത് ദീർഘകാലം ഇതിന് ചികിത്സ തുടർച്ചയായിട്ട് നടത്തിയാൽ മാത്രമേ ഇതിൽ നിന്ന് മോചനം നേടാൻ കഴിയുകയുള്ളൂ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ തുടർച്ചയായിട്ടെന്ന് പറഞ്ഞാൽ 10 വർഷമൊക്കെ തുടർച്ചയായിട്ട് ചികിത്സ നടത്തി ഈ കുട്ടിയുടെ ശരീരം ഒരു പ്രാപ്തമാകുന്ന ഘട്ടത്തിൽ ഈ അസുഖം ബാധിക്കുന്ന 2 അവയവങ്ങൾ വൃക്കയും കണ്ണുമാണ്. ഈ വൃക്ക തകരാറിലായി അതിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ച് അതിൻ്റെ പ്രവർത്തനം തന്നെ നിശ്ചലമാകുന്ന അവസ്ഥയിൽ ജീവഹാനി വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഈ അസുഖം. അതുകൊണ്ട് തന്നെ ചികിത്സ തീരെ മുടങ്ങാതെ തുടർച്ചയായിട്ട് നടത്തിയാൽ മാത്രമേ ഫലപ്രാപ്തിയിലെത്തുകയുള്ളൂ എന്നുള്ളതാണ് ഡോക്ടറുടെ അഭിപ്രായം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തണ്ണീർപന്തലിൽ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ, നാട്ടുകാരായ ആളുകൾ ഒക്കെ കൂടിച്ചേർന്നുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. പുറമേരി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, അതുപോലെ തന്നെ ആയഞ്ചേരി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള വിപുലമായ കൺവെൻഷനിൽ വെച്ച് 101 അംഗങ്ങളടങ്ങിയ ഒരു കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും ആ കമ്മിറ്റിയുടെ രക്ഷാധികാരികളായിട്ട് വടകര പാർലമെൻറ്റ് അംഗം ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ കുറ്റ്യാടി നിയോജക മണ്ഡലം MLA ബഹുമാനപ്പെട്ട KP കുഞ്ഞമ്മദ് മാസ്റ്റർ, തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP വനജ, തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM ലീന, അതേപോലെ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KP വനജ, ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N അബ്ദുൽ ഹമീദ്, പുറമേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജ്യോതിലക്ഷ്മി, ഞങ്ങളുടെ പ്രദേശത്തുള്ള ആളും ശിശുരോഗ വിദഗ്ധനുമായിട്ടുള്ള ഡോക്ടർ സച്ചിത്ത് D എന്നിവർ രക്ഷാധികാരികളുമായിട്ടും, ആയഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കാട്ടിൽ മൊയ്തു മാസ്റ്റർ ചെയർമാനും K വിനോദൻ കൺവീനറും കല്ലാട്ട് രഞ്ജിത്ത് ട്രഷററുമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഒക്ടോബർ 21-ാം തീയതി ഒറ്റ ദിവസത്തെ കലക്ഷനിലൂടെ ഫണ്ട് സമാഹരിക്കാനാണ് കമ്മിറ്റി ലക്ഷ്യമിടുന്നത്. അതിനാവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള സഹായം കിട്ടിയാൽ മാത്രമേ ഈ ഫണ്ട്, ഈ കലക്ഷൻ വിജയിക്കുകയുള്ളൂ. 50 ലക്ഷം രൂപയാണ് ഇപ്പോൾ ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. ഈ 50 ലക്ഷം രൂപ സ്വരൂപിക്കണമെങ്കിൽ
എല്ലാ തരത്തിലുമുള്ള സഹായം എല്ലാ ഭാഗത്തു നിന്നും കിട്ടണം. അതിനാവശ്യമായ രീതിയിലുള്ള ഒരു സഹായ സഹകരണങ്ങൾ എല്ലാ മനുഷ്യസ്നേഹികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.